യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ മുമ്പ് നമ്മൾ ചിന്തിച്ചതായ ചിന്തകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കർത്താവ് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ പോലും യേശുവെ, ഞങ്ങൾ നിന്നെ അനുഗമിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് ലഭിക്കും എന്ന് ചോദിക്കുന്ന പോലെ നമ്മൾ ഓരോരുത്തരും അഥവാ ചോദിച്ചില്ലേലും നമ്മൾ ചിന്തിക്കാറുണ്ട്. ഞാൻ കർത്താവിനെ എത്രത്തോളം അനുഗമിക്കുന്നു, കർത്താവിനോടുകൂടെ ഞാൻ ഇത്ര നാളായിരിക്കുന്നു, ദൈവം എനിക്ക് എന്ത് നന്മയാണ് നൽകാൻ പോകുന്നത്? ഇതിനുള്ള മറുപടി പലപ്പോഴും പലർക്കും ഇല്ല. അല്ലെങ്കിൽ ദൈവവചനം വായിച്ച് അത് മനസ്സിലാക്കുവാൻ പലർക്കും കഴിയാറില്ല. അങ്ങനെയുള്ളവർക്ക് വളരെയധികം സഹായകരമായ ചിന്തകളാണ് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിച്ചത്. ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ചിന്തിച്ചു നിർത്തിയതായ കാര്യം, ഈ ഭൂമിയിൽ നമ്മൾ ആത്മീയ ദൈവരാജ്യത്തിലാകുമ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ അനുഭവിക്കാൻ കഴിയുന്നതായ പ്രതിഫലങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചത്. ഒരുപക്ഷെ ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർക്ക് ആ ഒരു ചിന്തകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിച്ച് ആ സന്ദേശങ്ങൾ വീണ്ടും കേൾക്കാവുന്നതാണ്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത്, ഈ ഭൂമി വിട്ട് നമ്മൾ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നിത്യത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വെച്ച് നമ്മൾ എന്ത് പ്രതിഫലമാണ് അനുഭവിക്കുന്നത്? അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത കഴിഞ്ഞ ദിവസം നമുക്ക് ചിന്തിപ്പാനിടയായി തീർന്നു. നമ്മുടെ സമ്പത്തിനെ, നമ്മുടെ നിക്ഷേപങ്ങളെ നമ്മൾ സ്വർഗത്തിൽ സ്വരൂപിച്ചാൽ അത് നമുക്ക് അവിടെ ചെന്ന് അനുഭവിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അതേസമയം ഇവിടെ നമ്മൾ നമ്മുടെ നിക്ഷേപങ്ങളെ സ്വരൂപിച്ചാൽ നമുക്ക് അത് നഷ്ടപ്പെടുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം കാണുവാൻ കഴിഞ്ഞു. എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത്, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന പ്രതിഫലങ്ങളെക്കുറിച്ചാണ്. ഇവിടെ നമ്മൾ സ്വരൂപിക്കുന്നതായ നിക്ഷേപങ്ങൾ അവിടെ ചെന്ന് നമ്മൾ അനുഭവിക്കുന്ന പോലെ അവിടെ ചെല്ലുമ്പോൾ ഈ ഭൂമിയിൽ ആയിരുന്ന് നാം കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ പ്രവർത്തിച്ചു കഴിയുമ്പോൾ അവിടെ ചെന്ന് പ്രാപിക്കുന്നതായ ചില പ്രതിഫലങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രതിഫലമായി നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കിയുള്ള ചിന്തയാണ്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാക്യം വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം, നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്ക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ഈ രണ്ട് വാക്യങ്ങളും സമാനമായ വാക്യങ്ങളാണ്. എന്നാൽ യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചതായ വാക്യം, നമ്മൾ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്ന വിശദീകരണത്തിന് സഹായകമായ എല്ലാ കാര്യങ്ങളും ആ വാക്യത്തിൽ തന്നെയുണ്ട്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു ആർക്കാണ് ജീവകിരീടം ലഭിക്കുന്നത്. ജീവകിരീടം എന്നുള്ള ആ ഒരു പദത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് അല്പമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ജീവകിരീടം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഫിസിക്കൽ കിരീടത്തെയല്ല, അക്ഷരികമായിട്ടുള്ളതോ അല്ല വസ്തുപരമായിട്ടുള്ള ഒരു കിരീടത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. മറിച്ച് നമുക്ക് ലഭിക്കാൻ പോകുന്ന ആത്മീയമായ കിരീടങ്ങളെ കുറിച്ചാണ്. നമുക്കറിയാവുന്ന പോലെ ഇന്ന് ഈ ലോകത്ത് കിരീടങ്ങൾ ആളുകൾ കൊടുക്കുന്നുണ്ട്. ജയിക്കുന്നവർക്ക് കിരീടം കൊടുക്കുന്നുണ്ട്. ഒളിമ്പിക്സിനൊക്കെ കിരീടങ്ങൾ കൊടുക്കുന്നത് അത് പൂക്കൾ കൊണ്ടുള്ള, ഇലകൾ കൊണ്ടുള്ള കിരീടങ്ങളായിരുന്നു അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ആ കിരീടങ്ങളെല്ലാം തന്നെ നമുക്കറിയാവുന്ന പോലെ അവരുടെ ജയത്തിനുള്ള സിംബോളിക് ആയിട്ടുള്ള, അടയാളപരമായിട്ടുള്ള ഒരു അംഗീകരണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാൽ സ്വർഗത്തിൽ നമ്മൾ ചെല്ലുമ്പോഴും ഇങ്ങനെ വസ്തുതാപരമായ കാര്യങ്ങൾ അവിടെ ഇല്ല, അല്ലെങ്കിൽ വസ്തുക്കൾ എന്നുള്ള കാര്യം അവിടെ ഇല്ല. മറിച്ച് നമുക്ക് ലഭിക്കാൻ പോകുന്ന ആത്മീയമായ ബഹുമാനവും ആത്മീയമായിട്ടുള്ള നമ്മുടെ ജയത്തിന്റെ പ്രഖ്യാപനവും അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ ഈ വാക്യത്തിലൂടെ യാക്കോബ് അപ്പോസ്തലനാകട്ടെ അതേ യോഹന്നാൻ അപ്പോസ്തലനാകട്ടെ ഉദ്ദേശിക്കുന്നത്. അതും കർത്താവ് തന്നെ ഉദ്ദേശിച്ചുകൊണ്ട് വളരെ വ്യക്തമായി വെളിപ്പാട് പുസ്തകത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടല്ലോ, ജയിക്കുന്നവന് അവൻ ഇപ്രകാരമുള്ള ജീവകിരീടം കൊടുക്കും എന്നുള്ളതാണ്. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വെളിപ്പാട് പുസ്തകത്തിലാകട്ടെ അതേപോലെ തന്നെ യാക്കോബിന്റെ ലേഖനത്തിലാകട്ടെ, സഹിക്കുക, പരീക്ഷ സഹിക്കുക, പ്രതികൂലങ്ങളെ സഹിക്കുക എന്നുള്ളതായ കാര്യത്തിന് കൊടുക്കുന്നതായ ഒരു പ്രതിഫലമാണ് ജീവകിരീടം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, പരീക്ഷ എന്താണ്? പരീക്ഷ എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളിൽ പരീക്ഷ എന്ന് പറയുന്ന സ്ഥാനത്ത് ചില ഇടങ്ങളിൽ പ്രലോഭനം എന്നുള്ള അർത്ഥം കൊണ്ടുണ്ട്. പക്ഷെ ദൈവം നമുക്ക് പ്രലോഭനങ്ങൾ നൽകുകയല്ല, മറിച്ച് ദൈവം നമ്മൾ പരീക്ഷിക്കുകയാണ്. എന്നാൽ പിശാചാണ് നമ്മളെ പ്രലോഭിപ്പിക്കുന്നത്. കാരണം നമ്മൾ പാപത്തിലേക്ക് വീഴുവാൻ അവൻ ആഗ്രഹിക്കുന്നു.
അവൻ്റെ സന്തത സഹചാരിയായി മാറുവാൻ അവൻ ആഗ്രഹിക്കുന്നു. പക്ഷെ കർത്താവ് നമ്മെ എന്തിനാണ് പരീക്ഷിക്കുന്നത്? മറ്റൊരു വേദഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അവൻ ദോഷമായി ഒന്നും നമ്മളോട് ചെയ്യില്ല. അവൻ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനായ കർത്താവല്ല. പക്ഷെ എന്തിനാണ് പരീക്ഷ? നമുക്കറിയാം, നമ്മുടെ സ്കൂളുകളിലൊക്കെ കുട്ടികൾ പരീക്ഷ എഴുതുന്നു, കോളേജിലൊക്കെ കുട്ടികൾ പരീക്ഷ എഴുതുന്നു. എന്തിനാ പരീക്ഷ? അവരെ ടെസ്റ്റ് ചെയ്യുക. അവർ എത്രത്തോളം പഠിച്ചു, അവർ എത്രത്തോളം മനസ്സിലാക്കി. അങ്ങനെ അവർ മനസ്സിലാക്കിയെങ്കിൽ അവരുടെ മാർക്കിലൂടെ അവർ യോഗ്യന്മാരാണെന്ന് തെളിയിക്കുക. അവർക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് മറ്റുള്ള സ്ഥാപനങ്ങളിലേക്ക് അവർ ചെല്ലുമ്പോൾ അവർ യോഗ്യന്മാരാണെന്നുള്ളത് സാക്ഷ്യപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാകും ആ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ദൈവം നമ്മെ പരീക്ഷിക്കുന്നത് നമ്മൾ യോഗ്യന്മാരാണോ, നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ സ്ട്രോങ് ആണോ, അതേപോലെ തന്നെ നമുക്ക് എത്രത്തോളം പിടിച്ചു നിൽപ്പാനുള്ള കഴിവുണ്ട് എന്ന് നമ്മെ പരീക്ഷിക്കുവാനാണ് നമുക്കുണ്ടാകുന്ന പരിശോധനകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന പരീക്ഷ എന്ന് പറയുന്നത്. ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി പറയുന്നു, ഇങ്ങനെ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. അതായത് തങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായ പ്രശ്നങ്ങളുടെ നടുവിൽ അവയെ ജയിപ്പാനുള്ള വഴി കണ്ടെത്തുന്നതായ ആളുകൾ, അല്ലെങ്കിൽ കർത്താവിൽ ആശ്രയിച്ച് കർത്താവിനാൽ അവയെ ജയിക്കുവാൻ തങ്ങൾക്ക് കഴിയും എന്ന് കണ്ടെത്തുന്നവരായ ആളുകളാണ് ഭാഗ്യവാന്മാർ എന്ന് ഇവിടെ വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മോട് പറയുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലും അപ്രകാരമുള്ള അനുഭവങ്ങൾ കാണണം. ചില ആളുകൾ അവരുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള പരീക്ഷകൾ കടന്നു വരുമ്പോൾ അതിനോട് നോ പറയാറുണ്ട്, അല്ലെങ്കിൽ പരീക്ഷയിൽ നിന്ന് അവർ എസ്കേപ്പ് ചെയ്യാറുണ്ട്, രക്ഷപ്പെടുവാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ നമ്മൾ പരീക്ഷയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനല്ല നമ്മൾ പരിശ്രമിക്കേണ്ടത്, മറിച്ച് കർത്താവിനാൽ നമ്മൾ പരീക്ഷകളെ നേരിടുവാൻ നമുക്ക് സാധിക്കണം. അപ്രകാരമുള്ള ഒരു അനുഭവം ദൈവത്തിന്റെ വചനം നമ്മളോട് വ്യക്തമായി പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പരീക്ഷയിൽ അകപ്പെടുമ്പോൾ നമ്മെ സഹായിക്കുവാൻ ദൈവമുണ്ട് എന്നുള്ള വളരെ വ്യക്തമായ സന്ദേശവും വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ ഈ സന്ദർഭത്തിൽ ഗെത്സമനെ തോട്ടത്തിൽ കർത്താവ് യേശുക്രിസ്തു താൻ ഒരു കല്ലേറു ദൂരത്തോളം പോയിരുന്ന് പ്രാർത്ഥിച്ച് മടങ്ങി വരുമ്പോൾ തന്റെ ശിഷ്യന്മാർ ഉറങ്ങുന്നത് കണ്ടു. അപ്പോൾ യേശു അവരോട് നേരത്തെ പറഞ്ഞത് നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്നുള്ളതാണ്. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം നിങ്ങളുടെ മേൽ പരീക്ഷ കടന്നു വരും. ആ പരീക്ഷയിൽ നിങ്ങൾ പെട്ടുപോകാതിരിപ്പാൻ, നിങ്ങൾ കുടുങ്ങിപ്പോകാതിരിപ്പാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടാ? നിങ്ങളെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സഹായം നിങ്ങൾ തേടേണ്ടതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അവിടെ ഈ ശിഷ്യന്മാരോട് യേശു പറയുകയാണ്. പക്ഷേ യേശു പറഞ്ഞതിൽ വലിയൊരു കാര്യമുണ്ടായിരുന്നു. നമുക്കറിയാം, അടുത്ത ദിവസം ഈ ശിഷ്യന്മാരിൽ ഒരുവൻ തനിക്ക് നേരിട്ട പരീക്ഷയിൽ കുടുങ്ങിപ്പോയി. അവൻ യേശുവിനെ തള്ളി പറഞ്ഞു. പക്ഷെ അത് വരാതിരിപ്പാൻ നീ പ്രാർത്ഥിക്കണം. പക്ഷെ ആ പ്രാർത്ഥിക്കുന്ന സ്ഥാനത്ത് അവൻ ഉറങ്ങിപ്പോയി എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമുക്കൊരു വലിയ സന്ദേശം അവിടെ ദൈവത്തിന് പരിശുദ്ധാത്മാവ് നൽകുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പരീക്ഷയുടെ നടുവിൽ രക്ഷപ്പെടേണ്ടതിന് വേണ്ടി പോക്കുവഴി ഉണ്ടാക്കുന്ന കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ പരീക്ഷകളെ അതിജീവിച്ചെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നത് ഒരു പുതിയ തലങ്ങളിലേക്കായിരിക്കും, പുതിയ സ്റ്റെപ്പിലേക്കായിരിക്കും, പുതിയൊരു മേഖലയിലേക്കായിരിക്കും. അതുകൊണ്ട് അതിലൂടെ തന്നെ ദൈവം നിങ്ങളെ അനുഗ്രഹിപ്പാനും നിങ്ങളെ ഉയർത്തുവാനും ദൈവത്തിന് പദ്ധതിയുണ്ട് എന്നുള്ള വസ്തുത നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അനേക ദൈവദാസന്മാർക്ക് ഇതുപോലെ പരീക്ഷകളെ നേരിടേണ്ടി വന്നു. ജോസഫിന് പരീക്ഷ നേരിട്ടു, യാക്കോബിന് പരീക്ഷ നേരിട്ടു. അങ്ങനെ അനേക ദൈവഭൃത്യന്മാർ പരീക്ഷകളിലൂടെ കടന്നുപോയി. അവരെല്ലാവരും തന്നെ വിജയം പ്രാപിച്ചത് ദൈവത്തിലുള്ള ആശ്രയത്താൽ, ദൈവത്തിലുള്ള സഹായത്താൽ. അതെ, അവർ തക്ക സമയത്ത് ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവം അവരെ വിടുവിക്കുകയും ചെയ്തു എന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങളും ഇതുപോലെ തന്നെ കർത്താവിൽ ആശ്രയിക്കുകയും ദൈവം നിങ്ങൾക്ക് ഒരുക്കാൻ പോകുന്ന രക്ഷയെ നിങ്ങൾ കണ്ടെത്തുകയും അതിലൂടെ ഈ പരീക്ഷകളെ നേരിടാനുള്ള ബലവും ആത്മശക്തിയും നിങ്ങൾ പ്രാപിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്നിട്ട് ഇവിടെ പറയുന്നു, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് പരീക്ഷ? നമ്മൾ കൊള്ളാകുന്നവനായി തെളിയാൻ വേണ്ടി. ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ അപ്രൂവ്ഡ് ആകാൻ വേണ്ടി, അവൻ സ്വീകരിക്കപ്പെടാൻ വേണ്ടി, ദൈവം അവനെ അംഗീകരിക്കുവാൻ. ഇതേപോലെ തന്നെ അബ്രഹാമിനെയും ദൈവം പരീക്ഷിച്ചത്. ആ പരീക്ഷണത്തിന്റെ അവസാനം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ദൈവം അവനെ ഐശ്വര്യമായി അനുഗ്രഹിച്ചു. അതിനർത്ഥം ഐശ്വര്യമായ ഒരു അനുഗ്രഹത്തിന് ഒരു പരീക്ഷ ആവശ്യമായിരുന്നു.
ആ പരീക്ഷയിൽ വിജയവും ആവശ്യമായിരുന്നു. അബ്രഹാം ആ വിജയം നേടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ കൊള്ളാകുന്നവനായതിനു ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. തന്നെ സ്നേഹിക്കുന്നവർ എന്ന് ഇവിടെ പറയുന്നതിനർത്ഥം കർത്താവിലുള്ള സ്നേഹമായിരിക്കണം നമ്മുടെ പരീക്ഷകളുടെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മുടെ ആധാരം അതായിരിക്കണം. ജീവിതത്തിൽ എന്ത് പരീക്ഷകൾ വന്നാലും ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും പിന്മാറാൻ പാടില്ല. അബ്രഹാമിനെ ദൈവം പരീക്ഷിക്കുമ്പോൾ തൻ്റെ ഏകജാതനായ മകൻ ഇസ്ഹാക്ക് എന്ന യാഗം അർപ്പിക്കണമെന്ന് പറയുമ്പോൾ അബ്രഹാം ഇസ്ഹാക്കിനെക്കാളും കൂടുതൽ ദൈവത്തെയാണ് സ്നേഹിച്ചത്. അതേ ആ ദൈവത്തോടുള്ള സ്നേഹമാണ് തൻ്റെ ഏകജാതനായ മകൻ ഇസ്ഹാക്കിനെ മോറിയാമലയിലേക്ക് കൊണ്ടുപോയി യാഗമാക്കുവാൻ തന്നെ പ്രേരിപ്പിച്ചതായ ഘടകം. അപ്പോൾ ദൈവത്തിന് മനസ്സിലായി, അതേ ഈ അബ്രഹാം സ്നേഹത്താൽ അവൻ ഈ പരീക്ഷയെ വിജയിക്കുന്നു എന്നുള്ളത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ ജീവിതത്തിലും ദൈവത്തോടുള്ള അചഞ്ചലമായ സ്നേഹമാണ് നമ്മുടെ പരീക്ഷകളിൽ നിന്നും നമുക്ക് വിടുതൽ നേടുവാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത്. അതേ ഈ പരീക്ഷയിലൂടെ നമ്മൾ കർത്താവിന് അക്സെപ്റ്റബിൾ ആകും, അവൻ അപ്രൂവ്ഡ് ആകും. അതേപോലെ തന്നെ നമ്മൾ ബ്ലെസ്സഡ് ആയി തീരും, നമ്മൾ അനുഗ്രഹിക്കപ്പെടും, നമ്മൾ ജീവകിരീടം, അതേ ദൈവത്താലുള്ള ആദരവും ബഹുമാനവും, അതേപോലെ തന്നെ നമ്മുടെ വിജയം കർത്താവ് സ്വർഗോന്നതകളിൽ ഘോഷിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതേ വെളിപ്പാട് ദിവസത്തിൽ നമ്മൾ കാണുന്നത് പോലെ മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. അതേ ഈ പരീക്ഷകളിലൂടെ നീ വിശ്വസ്തനായാൽ നിനക്ക് ദൈവം ജീവകിരീടം, അതേ ദൈവം നൽകുന്ന ബഹുമാനവും ആദരവും നിന്റെ ജയത്തിന്റെ ഉദ്ഘോഷണവും ദൈവം നിർവഹിപ്പാനിടയായിത്തീരും. ഇതാണ് നമുക്ക് സ്വർഗത്തിൽ ലഭിക്കാൻ പോകുന്ന ഒരു പ്രതിഫലം. അതിനുവേണ്ടിയുള്ള സമർപ്പണവും പ്രാർത്ഥനയും ഇന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് ജീവകിരീടം ലഭിക്കുന്നു എന്നുള്ള ആ വലിയ സന്തോഷ വാർത്ത കേൾക്കുവാനിടയായി തീർന്നനായി നന്ദി പറയുന്നു. ഈ ലോകത്തിൽ ജയിക്കുവാൻ, ഈ ലോകത്തിൽ ഉന്നതനാകുവാൻ ആളുകൾ മത്സരിക്കുമ്പോൾ കർത്താവ്, ഇതെല്ലാം താൽക്കാലികമാണെന്നും ഇത് നശ്വരമാണെന്നും എന്നാൽ അനശ്വരമായ ഒരു വിജയം ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ ഈ ഭൂമിയിലെ പരീക്ഷകളെ നേരിടുവാനുള്ള കൃപ അങ്ങ് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചന ധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.